അപ്പോൾ കാബേജും കോഴിമുട്ടയും കൊണ്ടേ ഒരു വട്ടം നിങ്ങൾ ഇതിങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അതിനായിട്ട് ഒരു കാബേജ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 1/4 ഭാഗത്തോളം എടുക്കുന്നുണ്ട്. അതൊന്ന് ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം ഇതേപോലെ നൈസാക്കിയിട്ട് കുനുകുനാന്നുണ്ട് കൊത്തി അരിഞ്ഞെടുക്കുക. പിന്നെ സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായാൽ 1/2 ടീസ്പൂൺ കടുക്, 2-3 വറ്റമുളക്, 2 തണ്ട് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞ കാബേജും 2 പച്ചമുളകും നടുക്ക് കീറിയതും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും, 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുത്തോളൂ ഇതേപോലെ. എന്നിട്ട് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇടക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടിയെ പിടിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് ആകെ മാറിപ്പോകും. ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്തു. ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ ചുരണ്ടിയെങ്കിലും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിന്റെ സെന്റർ ഇതേപോലെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ചിക്കി എടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടെ കൂട്ടിന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ സംഭവം റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ചോറൊന്നും വേറൊരു കറിയും കൂടി വേണ്ട കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂടെ കൂടിക്കൊള്ളൂ കേട്ടോ. ഒരു ലൈക്കും തന്നോളി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.